എൻ്റെ പേര് ശ്രീലക്ഷ്മി എ. ഞാൻ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ 3rd ഗ്രേഡ് ഓവർസിയറായിട്ട് വർക്ക് ചെയ്യുവാണ്. ഹോളിമത അക്കാദമിയുടെ ആലുവ ബ്രാഞ്ചിലാണ് ഞാൻ പഠിച്ചിരുന്നത്. റെഗുലർ ബാച്ചിൽ ആദ്യം ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് റിവിഷൻ ബാച്ചിലേക്ക് മാറുകയായിരുന്നു. ഓഫ്ലൈനായിട്ടാണ് പഠിച്ചത്. റിവിഷൻ ബാച്ചിലേക്ക് മാറിക്കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടെ പഠിത്തം ഒന്നുകൂടെ എളുപ്പമായിട്ട് തോന്നിയത്. കാരണം വീക്കിലി നമുക്ക് ഓരോ സബ്ജക്റ്റ് തരും. അത് നമ്മളാദ്യം നോട്ട്സ് വായിക്കും, പിന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തന്നേക്കുന്നത് വർക്കൗട്ട് ചെയ്യും. പിന്നെ ആ സബ്ജക്റ്റിൻ്റെ വീക്കിലി എക്സാം ഉണ്ടാകും. അപ്പോൾ അതിൽ തെറ്റിയതും അറിയാത്തതുമായ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കും. അങ്ങനെ എല്ലാ സബ്ജക്ട്സിൻ്റെയും അങ്ങനെ ചെയ്തു വരുമായിരുന്നു. അപ്പോൾ 1-2 റിവിഷൻ കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു ഐഡിയ കിട്ടും. നമ്മൾ എന്തോരം പഠിച്ചു, ഇനി എന്തോരം കൂടെ നമ്മൾ പഠിക്കണം, അങ്ങനെ ഒരു ഐഡിയ കിട്ടും. പിന്നെ വീക്കിലി PYQs, ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസറും അതിൻ്റെ വോയിസും ഒക്കെ ഇടുമായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ PYQ ചെയ്യുമ്പോൾ കിട്ടാത്തതും തെറ്റിയതായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വേറെ എക്സ്ട്രാ ബുക്കിൽ എഴുതി വയ്ക്കുമായിരുന്നു. അത് എന്നിട്ട് ഇടയ്ക്ക് വായിക്കുമായിരുന്നു. എന്നിട്ട് അത് എല്ലാ എക്സാമിനും മുന്നും, എല്ലാ PSC എക്സാമിനും മുന്നും ഒരു തവണ എങ്കിലും അത് വായിച്ചിട്ട് പോവുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ എക്സാമിൻ്റെ കൺഫർമേഷൻ വന്നു കഴിയുമ്പോൾ സാർ ഇപ്പോൾ എത്ര ടൈം ഗ്യാപ്പാണോ ഉള്ളത്, ആ ടൈം ഗ്യാപ്പിനുള്ളിൽ ഒരു 2 അല്ലെങ്കിൽ 3 പ്രാവശ്യമെങ്കിലും റിവിഷൻ എല്ലാ സബ്ജക്ട്സും റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സാറ് പ്ലാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാനും ചെയ്തിരുന്നത്. സാറ് എന്താണോ പറഞ്ഞിരുന്നത്, എന്ത് ഫോളോ ചെയ്യാനാണോ പറഞ്ഞിരുന്നത്, അതുപോലെ തന്നെയാണ് ചെയ്തത്. എല്ലാനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും പറ്റാവുന്നത് അത്രയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ PSC എക്സാംസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആൻസർ കീ നോക്കി ഇവാലുവേറ്റ് ചെയ്യുമായിരുന്നു. എത്ര നെഗറ്റീവ്സ് വന്നു, എന്തുകൊണ്ടാണത് തെറ്റിയത്, അങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ അടുത്ത എക്സാമിന് വരുമ്പോൾ നെഗറ്റീവ്സ് കുറയ്ക്കാൻ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും വളരെ സപ്പോർട്ടായിരുന്നു. സാറിൻ്റെ മോട്ടിവേഷൻസ് ആയാലും അത് എല്ലാം വളരെ നല്ല ഹെൽപ്ഫുള്ളായിട്ടാണ് തോന്നിയത്. ഞാൻ 2023 സെപ്റ്റംബറിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. BTech പാസ് ഔട്ടായി ഡയറക്റ്റ് കോച്ചിങ്ങിന് ചേരുവാണ് ചെയ്തത്. അപ്പോഴേ സാറ് പറഞ്ഞായിരുന്നു, മിനിമം ഒരു 2 വർഷം, 2-2.5 വർഷമെങ്കിലും മിനിമം പഠിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം കോച്ചിങ്ങിന് ചേർന്നാൽ മതി എന്നുള്ളത്. അതുപോലെ തന്നെ ഞാൻ ചേർന്നു. ഇപ്പോൾ ഹാർബർ 3rd ഗ്രേഡ് കൂടാതെ PWD 2nd ഗ്രേഡിൻ്റെ ലിസ്റ്റിലുണ്ട്, LSTV 2nd ഗ്രേഡിൻ്റെ ലിസ്റ്റിലുണ്ട്, 1st ഗ്രേഡിൻ്റെ ലിസ്റ്റിലുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവിടെ പഠിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ എല്ലാവരോടും ഒത്തിരി നന്ദി. ടീച്ചേഴ്സായാലും സാറായാലും എല്ലാവരും വളരെ സപ്പോർട്ടായിരുന്നു. പിന്നെ പഠിക്കാൻ പോകുന്നവർ നല്ല രീതിയിൽ പഠിക്കുക, എല്ലാവർക്കും കിട്ടും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.